പറഞ്ഞല്ലോ, ഏഷ്യാനെറ്റിന് എന്നെ പോലത്തെ ഒരാളെയൊന്നും വേണ്ട, സിബിനെ വേണ്ട. അവർക്ക് സിബിൻ ആരാ? സിബിൻ ഒരു സാധാരണ ഒരു DJ-യോ ഒരു പയ്യനോ അങ്ങനെ. നമസ്കാരം, അനന്തപുരി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബിഗ് ബോസിലെ താരമായ സിബിൻ്റെ വീട്ടിലാണ്. ബിഗ് ബോസിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. എന്തായിരുന്നാലും ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. ബിഗ് ബോസിലൊക്കെ പോയിട്ട് വന്നപ്പോൾ എക്സ്പീരിയൻസ് സൂപ്പർ അല്ലേ? ബിഗ് ബോസ് മലയാളത്തിന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ അല്ലേ? പോയി പങ്കെടുത്തിട്ട് വന്നതിൽ വളരെ സന്തോഷമാണ്. ഓക്കെ. ഒരു കാര്യം എന്ന് വെച്ചാൽ ചേട്ടാ എറണാകുളത്ത് പോയിട്ട് 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം വരാൻ. എവിടെയായിരുന്നു ഇത്രയും ദിവസം? എറണാകുളത്തുണ്ടായിരുന്നു. ഓക്കെ. അവിടെ വേറെ എന്തെങ്കിലും പ്രോഗ്രാം അങ്ങനെയല്ല, ഞാൻ കുറച്ച് നാൾ ഇല്ലാതിരുന്നതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് അവിടെ ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ കുറച്ച് കാര്യങ്ങളായിട്ട് എറണാകുളത്ത് 2 ദിവസം നിന്നു, 3 ദിവസം നിന്നു. 3ാമത്തെ ദിവസം ഞാൻ എത്തി. അവിടുത്തെ ഒരു അനുഭവം പറയാമോ? അതിന്റെ അകത്തുള്ള ഒരു അനുഭവം. അതിപ്പോ എന്താ പറയാ, നമ്മള് ഷോയുടെ ഫോർമാറ്റ് തന്നെ പറയുന്ന പോലെ നമുക്കൊരു പരിചയമില്ലാത്ത, ഒരു ബന്ധവും ഇല്ലാത്ത, അല്ല ചിലരെ കണ്ടിട്ടുണ്ട്, എന്നാലും അങ്ങനെയുള്ളവരായിട്ട് താമസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു തന്നെ ഒരു വലിയ ഡിഫറെൻറ്റ് പരിപാടിയാണ്. അപ്പോൾ ആ 19 പേര്, 19 സ്വഭാവമുള്ള 19 പേര് ഒരു വീട്ടിനകത്ത് ഇട്ടാൽ എന്തൊക്കെ നടക്കും, എന്താ പറയുക, ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് അനുഭവിച്ചറിയണമെന്ന് എനിക്ക് എപ്പോഴൊക്കെയോ തോന്നിയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് എൻ്റെ ഒരു അനുഭവം, ഇതിന്റെ അകത്ത് നമ്മളൊരു ജയില് പോലെയാണോ? ഈ ഫോൺ വിളിക്കാനോ അങ്ങനെയൊന്നും അതാണോ? പരിപാടി നടക്കില്ല. അതിപ്പോ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ജയിൽ എന്നാണ് ഞാൻ പറയാം. അതായത് പ്രിവിലേജസ് ഉള്ള ഒരു ജയിൽ. എല്ലാ ഫ്രീഡം ഉണ്ട് എങ്കിൽ, പക്ഷെ എന്നാലും സൊഫിസ്റ്റിക്കേറ്റഡ്. നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, മേക്കപ്പ് ഇടാം, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റൂല. അവര് തരുന്ന റേഷനിലുള്ള സാധനം ഉണ്ടായി കഴിക്കാൻ പറ്റും. ഞാൻ മീൻ കഴിച്ചത് 14 ദിവസത്തിലാകെ, നിങ്ങൾ കണ്ടില്ല, ഞാൻ കട്ട് കഴിക്കുന്നുണ്ടായിരുന്നില്ല, അവര് മോഷ്ടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അതാ. പിന്നെ അല്ലാണ്ട് ഒരു ദിവസം അല്ലാതെ അവിടെ ഞാൻ നോൺ വെജ് കഴിച്ചിട്ടില്ല. അതൊന്നുമില്ല, അവര് തരുന്ന ആഹാരം കഴിക്കുക. അവിടെ പാചകം ചെയ്യണം. അത് നമ്മൾ ഈ ബിഗ് ബോക്സ് കാണുമ്പോൾ കിച്ചണിൽ കയറുന്ന ഇത് സംസാരം, ഒരു ടീം ഇന്ന് നിങ്ങളുടെ ഇതാണ്, ഇന്ന് അവരിതാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ കിച്ചൻ്റെ കാര്യം പറഞ്ഞാണ് ഫസ്റ്റ് അവിടെ വഴക്ക് നടക്കുന്നത്. അപ്പോൾ കിച്ചണിൽ അങ്ങനെ ഒരു ഇതുണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് പാചകം ചെയ്യണോ? ഓരോ ടീമുണ്ടല്ലോ, ഓരോ ടീമായിട്ടല്ലേ പാചകം ചെയ്യുന്നത്. പാചകം ചെയ്യണം. ആ ടീം ഈ ഇതെല്ലാവർക്കും കഴിക്കാനാണ് ആ ടീം ഭക്ഷണം അവരുണ്ട്. അതുകൊണ്ട് ഇതിൽ പാടെന്ന് പറഞ്ഞാൽ 18 പേർക്ക് കഴിക്കാനായിട്ട് 18 പേർക്ക് 3 ചപ്പാത്തി വെച്ച് എത്ര ചപ്പാത്തി? അപ്പോൾ അത്ര ചപ്പാത്തി ഉരുട്ടണം, അത് പരത്തണം. അപ്പം ചില കിച്ചൺ ടീമുകൾക്ക് ഫ്രസ്ട്രേഷനും ബുദ്ധിമുട്ടൊക്കെ കാരണം 3 ചപ്പാത്തി. അപ്പോൾ അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിന്നിട്ട് ആരുടെങ്കിലും പിണങ്ങാനോ വഴക്കിടാനോ ഉള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ അവിടെ പിണക്കായിരുന്നില്ല മൊത്തം. എൻ്റെ പൊന്നു, എനിക്കവിടെ ഇണക്കമുള്ളവർ അല്ല, പിണക്കമുള്ള ഞാൻ പറഞ്ഞ ഒരാളെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ആരെയും ടാർഗറ്റ് ചെയ്യില്ല. നിങ്ങൾ എപ്പിസോഡ് ശ്രദ്ധിക്കണം. ഞാൻ പോയ ആദ്യത്തെ ദിവസം അവിടെ ക്യാപ്റ്റനായിട്ട് വന്ന ജാസ്മിനാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ എപ്പിസോഡ് കണ്ടു നോക്കണം. ജാസ്മിൻ ടീമിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. പ്രായത്തെ ബഹുമാനിക്കണമെന്ന് ഞാനൊന്നും പറയില്ല, പക്ഷെ എന്നാലും ഒരു മനുഷ്യനെ ബഹുമാനിക്കണ്ടേ? അവളെ ടീം എടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുത്തിയിട്ട് അവളെ വന്നിട്ട് ഋഷി എഴുന്നേറാ പടാ, എഴുന്നേറാ പടാ, ഗബ്രി നീ പടാ ഓർമ്മയില്ല, ഇത് വെച്ച് തന്നിട്ട് നമുക്ക് ജാസ്മിൻ ആരെന്നോ എന്താണെന്നോ അറിയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാളും 10 വയസ്സിന് താഴെയുള്ള റെസ്പെക്ട് ഇല്ലാത്ത, അപ്പൊ അങ്ങനെ പറഞ്ഞ് അതാണ് അവൾ എനിക്ക് ആദ്യം തന്ന ഇംപ്രഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വരിക. അവളായിട്ട് എനിക്ക് വേണ്ടി സംസാരിക്കുക. എനിക്ക് ദൈവം നാക്കും വായൊക്കെ തന്നിട്ടില്ല. അപ്പൊ ഇതിന് ഇവിടുന്ന് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ജാസ്മിന്റെ പ്രകടനമൊക്കെ ഞാൻ ബ്രോ എപ്പിസോഡ് കണ്ടിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ഡീപ്പായിട്ട് കാണുന്നില്ല. ഞാൻ TV ഓൺ ചെയ്ത് വെച്ച് അത് എനിക്കൊരു മുൻവിധിയോടുകൂടി കയറണ്ടെന്ന് എനിക്കുണ്ടായിരുന്നു. ഈ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന അല്ലാത്തൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഷോയ്ക്കകത്തുണ്ട്, അവിടെ ഉള്ളതുകൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മുൻവിധിയോടുകൂടി ഷോ അപ്രോച്ച് ചെയ്യേണ്ടത്. സാധാരണ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇത് വന്ന് TV കണ്ടിട്ടല്ലേ. എനിക്ക് ജിൻഡോ ചേട്ടന് ഫാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ജിൻഡോ ചേട്ടനായിട്ട് കൂട്ടുകൂടി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, എൻ്റെ ആദ്യത്തെ അടി ജിൻഡോ ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളായിട്ട് ഞാൻ അടി വെക്കണം? എനിക്കറിയില്ല ജിൻഡോ ചേട്ടൻ്റെ ഫാൻസ് ഉള്ള കാര്യം. പക്ഷെ നമ്മൾ ഫസ്റ്റ് പോയ പുള്ളി പറഞ്ഞൊരു സാധനം എനിക്ക് വർക്കായില്ല, ഞാൻ റിയാക്ട് ചെയ്തു. പിന്നെ നമ്മൾ പോകെയാണ് നമ്മൾ അയാളായിട്ട് വൈബ് കണക്ട് ആണ്. നമ്മുടെ ഇവിടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള ചേട്ടനെ പോലെയാണ് ജിൻഡോ ചേട്ടൻ എനിക്ക് ഫീൽ ചെയ്തത്. ഈ ലാലേട്ടനായിട്ടുള്ള ആ സമയത്തുള്ള എങ്ങനെയായിരുന്നു ലാലേട്ടൻ്റെ അവിടെയുള്ള നിങ്ങളോടുള്ള ഒരു സഹകരണം? ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയാ, മോഹൻലാൽ സാർ ഒരു ആങ്കറാണ്. അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു, അദ്ദേഹം പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ബാക്കി മൊത്തം 18 പേരല്ലേ? ഞാൻ ഉണ്ടായിരുന്നത് 18 പേരുണ്ട്. ഈ 18 പേരിൽ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ അവർ നമ്മുടെ പൂജയായിട്ട് നമ്മൾ പെട്ടെന്ന് കണക്ട് ആയി. ഇറങ്ങിയതിന് ശേഷം ചേട്ടൻ പോയി കണ്ടായിരുന്നു.
അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. നടന്നു തുടങ്ങി, ശരിയാവും. പൂജയായിട്ടാണ്. അപ്പൊ ഇതിന് മുമ്പേ ബിഗ് ബോസിന് മുമ്പേ നിങ്ങൾ പരിചയമുണ്ടോ പൂജേനെ? എനിക്ക് പൂജ അറിയാം, പൂജയ്ക്ക് തന്നെ അറിഞ്ഞു. ഞാൻ പൂജേനെ കാണുന്നല്ല, ഇന്റർവ്യൂ ഒക്കെ മറ്റേ ഇന്റർവ്യൂ എന്നാളല്ലേ, നമ്മൾ പരിചയക്കാരൊന്നുമല്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് കണക്ട് ആയി. ഒരേ വൈബ്, ഗെയിം പ്ലാൻ ഒക്കെ വർക്ക് ആവുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യമൊക്കെ മനസ്സിലാവും. ബാക്കിയുള്ളവർക്കൊക്കെ ചക്കെന്ന് പറഞ്ഞാൽ അവിടെ ചുക്കെന്നാണ് കേൾക്കുന്നത്. പിന്നെ നമ്മൾ തമാശ പറയാൻ പേടിയാ. ഇവരുടെ അടുത്തൊക്കെ നമ്മൾ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അൺപാർലമെന്ററി വേർഡ്, പിന്നെ എന്താണ് സോഷ്യലി ഇൻകറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വരും. പിന്നെ പൊതുവേ ഒരു അഭ്യൂഹമുണ്ട്, ജാസ്മിനെ ആര് എതിർത്ത് സംസാരിച്ചാലും ബിഗ് ബോസിൽ നിന്ന് അവരെ പുറത്താക്കും എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രേക്ഷകരാ വിധിരുന്നത്, അത് പ്രേക്ഷകർ പറയണം. ഞാൻ അതിൽ അഭിപ്രായം പറയാം. ഞാൻ ഒരു കണ്ടസ്റ്റൻ്റാണ്. അപ്പം ഞാൻ ഇപ്പോൾ പുറത്തുനിന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഒരിക്കലും ഞാൻ എന്ത് പറഞ്ഞാലും അത് എന്നെ പുറത്താക്കിയതിൻ്റെ പ്രതിഷേധം. അതെ തീർച്ചയായും. അത് ഞാൻ അതല്ല, ഞാൻ അതൊക്കെ പറയേണ്ടത് പ്രേക്ഷകരാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങൾ പറയും. ഞാൻ ഇപ്പോൾ എത്ര ദിവസം അതിൻ്റെ അകത്തുണ്ടായിരുന്നു? 27 ദിവസം. അല്ല 27 അല്ല, ഞാൻ 15 ദിവസം. 15 ദിവസം. ഈ 15 ദിവസത്തിൻ്റെ അകത്ത് വെച്ച് മറക്കാനാവാത്ത ഒരു കാര്യം ഉണ്ടാവുമല്ലോ, മനസ്സ് തട്ടിയ അല്ലെ വേദനിപ്പിച്ചതാണോ? സന്തോഷം. ലാസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ തന്നെ ലാസ്റ്റ് സൺഡേ എപ്പിസോഡാണ്. ശനിയാഴ്ചത്തെ എപ്പിസോഡ് എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ പറ്റത്തില്ല. അത് എങ്ങനെയാണ്? നിങ്ങൾക്ക് എപ്പിസോഡ് കണ്ടതല്ലേ, തൊട്ടടുത്ത ദിവസം തന്നെ കണ്ടതല്ലേ? എന്താണ് നമ്മൾ എന്താ പറയാ, നമ്മളല്ലാത്ത ഒരാളായിട്ട് കാണുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. ഭയങ്കര വിഷമായി പോയി. ലാലേട്ടൻ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കമന്റ് പറഞ്ഞായിരുന്നോ വരുന്ന സമയത്ത്? ആ പുള്ളിക്കാരൻ എന്തിനാ എന്നെ കുറിച്ചൊക്കെ ആലോചിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹം ആങ്കറിങ് കഴിഞ്ഞ് അദ്ദേഹത്തിന് പോകുന്നു. ഇനിയിപ്പം അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നു, തിരിച്ച് വീണ്ടും അടുത്ത ശനിയാഴ്ച പുള്ളി പോയി ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ അവർ വീണ്ടും ഓർമ്മിപ്പിക്കും, ഇന്ന ആൾക്കാർ ഇപ്പോൾ ഉണ്ട്, മറ്റേ ആൾ പോയി. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ലാലേട്ടൻ അങ്ങനെ ഇതിന്റെ അകത്തെ പലരും പറഞ്ഞേക്കാം ഇൻവോൾവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരം വെളുക്കുന്നതോ ഇരുട്ടുന്നതോ ഒന്നും അറിയാൻ കഴിയില്ല എന്ന് പറയുന്നത്. 3 മണിക്കാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് ആരോ പറഞ്ഞ അറിഞ്ഞത്. 3 മണി വരെ ഞാൻ എണീറ്റിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അവർ അപ്പൊ ഈ വാച്ച് അങ്ങനെ ഒന്നുമില്ല, ഒന്നുമില്ല, അറിയാൻ കഴിയില്ല. ഇരുട്ടുന്ന സൂര്യൻ അതാണ് നമ്മുടെ സമയം. ഇതിനു മുമ്പത്തെ സീസണിലൊക്കെ ഇങ്ങനെ ഫോൺ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഞാൻ പോയ പരിപാടിയില്ല. ഫാമിലി വിളിക്കുന്നു അങ്ങനെയൊന്നുമില്ല, ഒന്നും നടക്കില്ല. ചേട്ടൻ അവിടെ നിന്നതിൽ വെച്ച് ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു ഏറ്റവും ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ് പറഞ്ഞടാ, അത് തന്നെയാണ്. ഞാൻ പറയട്ടെ, ആ വീട്ടിലുള്ള ആർക്കും നമ്മളെ തൊടാൻ പറ്റില്ല. അത് മനസ്സിലായി. വേറെ റേഞ്ച് വേറെ മനസ്സിലായി. അവരാരും നമ്മളൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റത്തില്ല. അത് ശ്രദ്ധിച്ചായിരുന്നു. പക്ഷെ അതല്ല, ആ അടി നമുക്ക് വന്ന വേറെ സ്ഥലത്ത് നിന്ന് നമ്മൾ അല്ലാത്തൊരു. അപ്പം ഞാൻ പേടിക്കാൻ തുടങ്ങി, ഇങ്ങനെയാണോ പോർട്രേ ചെയ്യുന്നത്? വെളിയിൽ പോകുന്നത് വേറെ രീതിയിലാണോ? എന്നെ നിങ്ങൾ വില്ലനാക്കുവാണോ? ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ആ ഡെൻ റൂം പൂട്ടിയത് ഞാനാണ്. അത് എൻ്റെ ഒരു ഐഡിയ ആണ്. അത് ലാലേട്ടൻ്റെ എപ്പിസോഡിലാണ് അത് ഋഷി തുറന്ന് പറയുന്നത്. പക്ഷെ ആ എപ്പിസോഡ് നിങ്ങൾ കണ്ടായിരുന്നോ? ജിൻഡും പൂട്ടിയതായിട്ടാണ് എപ്പിസോഡ് വെളി വന്നത്. എഡിറ്റിംഗ് നല്ലപോലെ എഡിറ്റിംഗ് നടക്കുന്ന മുമ്പ് ഇതിന് മത്സരാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട്. എഡിറ്റിംഗ് ചെയ്താണ് ഒരുപാട് എഡിറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് അവരെ ബൂസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പ്രേക്ഷകർ പറയട്ടെ. അപ്പം ലാസ്റ്റ് ആയിട്ട് വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ അഖിൽമാരൊക്കെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ? അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയാ, അഖിലേട്ടൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എനിക്ക് അഖിൽ മാരാറിനെ ഞാൻ ബിഗ് ബോസ് വരുന്നതിന് മുന്നേ തൊട്ടേ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അഖിൽ മാരാർ അനീതി കണ്ട പ്രതികരിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അനീതി എവിടെ കണ്ടാലും പ്രതികരിക്കും. അത് വെറുതെ പ്രതികരിക്കില്ല. പുള്ളി പോയി അന്വേഷിക്കും. പുള്ളി അന്വേഷിച്ചിട്ട് വസ്തുതകളുണ്ടെങ്കിൽ മാത്രം പ്രതികരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ശരിയെന്നും ശരിയല്ലാത്ത കാര്യങ്ങൾ ഞാൻ ശരിയല്ല എന്നും പറഞ്ഞു. അപ്പോൾ എന്നെ മാത്രം വിളിച്ച് അന്വേഷിക്കത്തില്ലല്ലോ പുള്ളി വേറെ എവിടെ നിന്നൊക്കെയോ വിളിച്ച്. പുള്ളിയുടെ നെറ്റ്വർക്ക് വളരെ വലുതാണ്. അദ്ദേഹം ഒരു അത്യാവശ്യം കോൺടാക്റ്റ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം കൃത്യമായി വസ്തുതകൾ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് അഖിൽ മാരാറിനോട്, ഒത്തിരി നന്ദി. സെൻസേഷൻ ആണ് ഞാൻ അഖിലേട്ടനാണ് സെൻസേഷൻ. പുള്ളിയെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ പുള്ളി എല്ലാ കാര്യത്തിലും പ്രതികരിക്കും. പുള്ളി ഇപ്പം ഇവിടെ നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനും പുള്ളി പ്രതികരിക്കാൻ മനസ്സുള്ള ഒരാളാണ്. ഒരു പൊതുവേദിയിൽ ആരെയും ഭയക്കാതെ പ്രതികരിക്കുന്ന ഒരാളുള്ള നല്ലതാണ്. പക്ഷെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഒരു സെൻസേഷനായിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ചേട്ടനാണ് ഇപ്പം ഒരു തരംഗം. സത്യം അതാണ്. ചേട്ടൻ അറിയത്തില്ല, അതോടെ പറയുന്നത്. അതാണ് ഒരുപാട് പ്രേക്ഷകരും പറയുന്നുണ്ട്, സിബി ചേട്ടൻ പോയത് മുതൽ ബിഗ് ബോസ് പിന്നെ കാണാൻ പറ്റുന്നില്ല, ഉറങ്ങിയ പോലെയൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. തിരിച്ച് കയറാനായിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിബി ചേട്ടൻ അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ വിളിക്കട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ ചുമ്മാ വന്ന് എനിക്ക് കയറിപ്പോകാൻ പറ്റത്തില്ല. അപ്പൊ ആദ്യം ഫസ്റ്റ് പറഞ്ഞു വിട്ട ആളെ തന്നെ ഇപ്പൊ തിരിച്ച് വിളിച്ചിരിക്കുക. അപ്പൊ അവർ വിളിക്കട്ടെ. വിളിക്കുമ്പോൾ
നമുക്കൊക്കെ ക്ലാരിഫിക്കേഷൻ വേണ്ടേ? നിങ്ങൾക്കും ക്ലാരിറ്റി ഇല്ലാത്ത പല കാര്യങ്ങളുണ്ട്. ഓക്കെ. അതുപോലെ എനിക്കും ക്ലാരിറ്റി ഇല്ലാത്ത പല കാര്യങ്ങളുണ്ട്. അതിനെനിക്കൊരു ക്ലാരിറ്റി കിട്ടട്ടെ. അവർ വിളിക്കുമ്പോൾ നമുക്ക് ചോദിക്കാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഏഷ്യാനെറ്റിന് എന്നെ പോലത്തെ ഒരാളെയൊന്നും വേണ്ട, സിബിനെ വേണ്ട. അവർക്ക് സിബിൻ ആരാ? സിബിൻ ഒരു സാധാരണ ഒരു എന്താ DJ-യോ ഒരു പയ്യനോ അങ്ങനെ. പക്ഷേ അത് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ്, ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് അതിനകത്ത് വന്നതിന് ശേഷമുള്ളൊരു ഇമേജ് വേറൊരു ഇമേജാണ്. ഇതിപ്പം ഇതിന് മുമ്പത്തെ ഇമേജിൽ അഖിൽമാരാറുന്ന വ്യക്തി ബിഗ് ബോസിൽ വരുന്നതിന് ശേഷം വേറൊരു ഇമേജാണ്. അതുപോലെ തന്നെയാണ് ചേട്ടന് ഇപ്പോൾ ഉള്ള ഇമേജ് വേറൊരു ഇമേജാണ്. അത് വ്യത്യാസമുണ്ട്. മുമ്പ് ചിലപ്പം ഒരു ചുറ്റുപാടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ നിങ്ങളെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കോ അറിയത്തുള്ളൂ അല്ലേ? ഇപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല ബ്രോ. അങ്ങനെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പം സ്റ്റാർ നെറ്റ്വർക്ക് അല്ലേ, അവര് നാളെ വേണമെങ്കിൽ നമ്മുടെ ഇളയ ദളപതി വിജയെ കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവരും ഹിറ്റാകാൻ. അത്രയും കാശൊക്കെ ഇല്ല അവരുടെ. അവർക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. അല്ല സിബിൻ വേണമെന്നൊന്നും ഇല്ല. ഇപ്പൊ ദിലീപേട്ടൻ വന്നില്ലേ ഇപ്പോഴേ? പ്രൊമോഷൻ വന്നായിരുന്നല്ലേ? അതുപോലെ ഒരാഴ്ച ഓരോ പ്രൊമോഷൻ, ഓരോ സ്റ്റാർ കയറട്ടെ അവിടെ. എന്താ പ്രശ്നം? ഫഹദ് ഫാസിൽ വന്ന് ആവേശം പ്രൊമോട്ട് ചെയ്യുന്നു. ഇപ്പൊ പ്രൊമോഷൻ നടക്കുന്നുണ്ടെന്ന് ചുരുക്കം. നിങ്ങൾ കാണുന്നില്ല എപ്പിസോഡ്. ഞാനാണ് കേസ് ആയിട്ടുണ്ടെന്ന് പറയാം. ഒരു അഡ്വക്കേറ്റ് അറിയില്ലല്ലേ? ഒരു കേസ് നടക്കുന്നുണ്ടെന്ന് അറിയപ്പെടില്ല. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ചമച്ച് നിൽക്കുന്ന സാധനങ്ങളാണ്. എനിക്ക് അറിഞ്ഞൂടാ ബ്രോ, സത്യമായിട്ട്. അവിടെ നിൽക്കുന്ന സമയത്തെ കണ്ണ് നിറയുന്ന സാഹചര്യത്തിൽ അവസരങ്ങളുണ്ടായിട്ട് ഒരേ ഒരു പ്രാവശ്യം എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് പൊതുവേദിയിൽ. അല്ലാതെ എനിക്ക് കണ്ണ് നിറഞ്ഞൊരു അവസരം ഞാൻ ബാത്റൂമിൽ പോയി കയറി. എന്നുവെച്ചാൽ വിഷുവിൻ്റെ അന്ന് എൻ്റെ വീട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ബാക്കിയുള്ളവരെ വീട്ടുകാരുടെ വിഷയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര പേഴ്സണലി കണക്റ്റഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ അത്രയ്ക്കും സമയം ചിലവഴിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം. ഞാൻ ചെറിയ പ്രായത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് യാത്രയിലായിരിക്കും. ടു ബി ഫ്രാങ്ക് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇതുവരെ എൻ്റെ അമ്മയൊക്കെ അച്ഛനെ ഒന്നും ഒരു എന്താ പറയുക, ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമയ്ക്ക് പോയ കാലമൊക്കെ മറന്നു. അവരെ കൊണ്ട് ഇനി സിനിമയ്ക്ക് പോകണം, അങ്ങനെ ഒരു താല്പര്യം ഇനി വന്നിട്ടുണ്ട്. താല്പര്യകാര്യം അതൊക്കെ എപ്പോഴും താല്പര്യമുള്ളതാണ്, സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷെ അതിനും സമയം കണ്ടെത്തണം എന്നൊക്കെ എനിക്കിപ്പം അങ്ങനെ ഒരു നല്ല കാര്യങ്ങൾ, നല്ലൊരു പോസിറ്റീവായിട്ടൊരു തിരിച്ചറിവ്. എത്ര സഹോദരങ്ങളാണുള്ളത്? ഒരു അനിയനാണ്. അല്ലാതെ രക്തത്തിലൊരു അനിയനും അല്ലാതെ ഇഷ്ടം പോലെ അനിയന്മാരും ചേട്ടന്മാരും ഉണ്ട്. കൂടപ്പുറപ്പായിട്ട് കൂടപ്പുറപ്പെട്ട ഒരാൾ. അത് നാട്ടിലില്ലല്ലോ, അതും ഖത്തറില്ല. ബെൻസൺ എന്നാണ് പേര്. അവനവിടെ വർക്ക് ചെയ്യാം ഹോട്ടലിൽ. ബിഗ് ബോസ് നിന്നേ അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് നാൾ മാറി നിന്ന് ബിഗ് ബോസിലോട്ട്, അപ്പോഴാണ് വീട്ടുകാരുടെ ഒരു വാല്യൂ മനസ്സിലാവുന്നത് അല്ലേ? അങ്ങനെയല്ല, നമുക്ക് ഓരോ തിരിച്ചറിയൽ പോയിന്റ്. ഇപ്പം ഞാൻ താമസിക്കുന്ന ഒറ്റയ്ക്കാണ്. ഞാനൊരു 7 വർഷമായിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിന് അങ്ങനെ വാല്യൂ മറ്റേ ഒറ്റപ്പെട്ട് അങ്ങനത്തെ ഒരു ഫീലല്ല എനിക്ക് മനസ്സിലായത്. പക്ഷേ നമ്മളൊരു പേഴ്സണൽ കണക്ട് വരുമല്ലോ. ഇപ്പോൾ വിഷുവിന് സിബിന് എൻ്റെ അച്ഛൻ പറയണേ വിഷു ആശംസകൾ എന്ന് പറയുമ്പോഴും മമ്മി എന്നെക്കുറിച്ച് സംസാരിക്കുമ്പോഴും മമ്മിയുടെ കണ്ണ് നിറയുന്നതും ഒക്കെ നമ്മൾ അല്ലാതെയും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും അപ്പോഴും ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ എന്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇവരുമായിട്ട് കുറേ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ. ആ ഒരു തിരിച്ചറിവാണ്. ഇനിയും കുറേ കൂടെ നന്നായി ഇരിക്കാമായിരുന്നു, അവരെ നന്നായിട്ട് കൊണ്ടുപോകാമായിരുന്നു. അവരെ കൊണ്ട് ഇപ്പം ഞാനും മമ്മി എൻ്റെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ആദ്യം എൻ്റെ വണ്ടി ഞാൻ കയറ്റിയത് എൻ്റെ മമ്മിയാണ്, പിന്നെ പപ്പയാണ് കയറ്റുന്നത്. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വേളാങ്കണ്ണി പോയി. അതല്ലാണ്ട് ഞങ്ങൾ ഒരിടത്തും പോയിട്ടില്ല. 2 വർഷമായി. ഒരു ലുലു മാളിൽ പോയിട്ടില്ല, ഒരു തിയേറ്ററിൽ പോയിട്ടില്ല. അതൊക്കെ ചെയ്യണം. അവരെ കൊണ്ട് അവരോടുള്ള ആ ഒരു നല്ല തിരിച്ചറിവ് എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടിയ ഒരു സാധനമാണ്. എമർജൻസി കോളാണെങ്കിൽ എടുത്തിട്ട് ഇല്ല, കുഴപ്പമില്ല. അതിന്റെ കൂടെ നമുക്ക് ഇനി നമ്മുടെ ചേട്ടന്റെ സിനിമയും കൂടെ അടുത്ത ഡിസംബറിൽ നമ്മൾ ഇനിയിപ്പോൾ എന്നെ സിനിമയ്ക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫിലിമിന്റെ വിശേഷങ്ങളൊന്നും ഒന്നും ആയിട്ടില്ല. ഞാനൊരു സിനിമയൊക്കെ റെഡിയാക്കി വെച്ച് ഒരു പ്രൊഡ്യൂസറൊക്കെ റെഡിയായിരുന്നതാണ്. ഇനി അതെന്താവുമെന്ന് എനിക്കൊരു പിടിയില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമല്ലോ. അതൊക്കെ നല്ലതുപോലെ നടക്കും. എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. അപ്പോൾ എന്തായാലും വളരെ താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ.